നമുക്ക് 390 വി ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 50,000 രൂപ ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു കിടിലം വാഹനം. 1.5 ലക്ഷം രൂപ ഫുൾ ഓൺ, 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 2.5 ലക്ഷം രൂപക്ക് ഒരു 7 സീറ്റർ വാഹനം, അത്യാവശ്യം നല്ല മൈലേജും കിട്ടും, ലോ മെയിൻ്റെനൻസ്, അതും ഫുൾ ഓൺ. അതെ, 3,10,000 രൂപയ്ക്ക് ഫൈനൽ കസ്റ്റമർ. i20 വരുന്നുണ്ട്, ഒന്ന് വൈറ്റ് ആണ്, ഒന്ന് സിൽവർ ആണ്, രണ്ടും ഫുൾ ലോഡ്. ക്യാഷ് ബാക്കിൽ 10-30 രൂപ അങ്ങോട്ടും ഉണ്ടാവും. 100% ലോൺ, 0 ഡൗൺ പേയ്മെന്റ്. ഏകദേശം ഈ 10-12 വാഹനങ്ങൾ നമ്മൾ ഫുൾ ഓൺ 0 ഡൗൺ പേയ്മെന്റിലാണ്. നമുക്ക് ഒരു പൈസ പോലും വേണം, നമുക്ക് ഫുൾ ഓൺ വണ്ടി ഉണ്ടാവില്ല. ഒരു നയാ പൈസ പോലും വേണം. നമുക്ക് കിഡിക്കാച്ച് കളക്ഷൻ ആയിട്ടുള്ള ഒരു 10-12 വാഹനങ്ങൾ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കളക്ഷൻ വീഡിയോ ആണ്. അതുകൊണ്ട് നമുക്ക് ഡീസൽ, എസ്ക്രോസ്, ബൊലേറോ 7 സീറ്റർ, അതുകൊണ്ട് ചെറിയ പൈസ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഡാറ്റ്സിന്റെ റെഡി ഗോ പ്ലസ് 7 സീറ്റർ ചെറിയ പൈസക്ക് ഫുൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫോർഡിന്റെ എക്കോസ്പോർട്ട്, ഡീസൽ മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് ഹോണ്ടയുടെ അമേസ്, അതേപോലെ ചെറുവാഹനങ്ങൾ 800, ഇയോണ്, ഡാറ്റ്സിന്റെ റെഡി ഗോ, ഓൾട്ടോ 800, സ്വിഫ്റ്റ് എല്ലാം നമുക്ക് ഇതാവണം. ഒരു പൈസ പോലും ഇല്ലാതെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഓഫർ വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പൊ നമ്മളിന്ന് ദോസ്തിലാണ്. ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മൾ കൂടെയുള്ള ലാലു ആണ്. ലാലു, എന്താണത് നമ്മൾ ഫുള്ള് ഏകദേശം ഈ 10-12 വാഹനങ്ങൾ നമ്മൾ ഫുൾ ഓൺ 0 ഡൗൺ പേയ്മെന്റിലാണ്. നമുക്ക് ഒരു പൈസ പോലും വേണം, നമുക്ക് ഫുൾ ഓൺ വണ്ടി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ദോസ്തിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അരിപ്ര സ്കൂൾ പടിയാണ്. അതായത് പെരിന്തൽമണ്ണയുടെയും മലപ്പുറത്തിന്റെയും ഇടയില് നിസാൻ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഇഷ്ടം പോലെ വണ്ടികൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ബ്രാൻഡിൽ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ വന്നോളി. അപ്പൊ നമുക്ക് ഇതാവണം കിഡിക്കാച്ച് കളക്ഷൻ ആണ്. മാക്സിമം വില കുറച്ചിട്ട് ഒരു അടിപൊളി വീഡിയോ ആണ്. നമുക്ക് 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഇതാവണം ചെറുവാഹനാട്ടെ വലിയ വാഹനാട്ടെ ഏത് വാഹനങ്ങളും ഇറക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ സാധാരണക്കാരന്റെ ഒരു സാധാരണ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 800 ആണ്. ഓൾട്ടോയുടെ 800 ന്യൂ മോഡല്, അത് BS6 വരുന്നൊരു വണ്ടി. 54 നമ്മൾ പൊന്നാനി രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു രാവിലെ ഡീറ്റെയിൽസ്? ഇത് 2020 മോഡലാണ്. 60,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിന് ഏറ്റവും ഫുൾ ലോഡ് അല്ലേ? അതെ അതെ. നമുക്ക് സ്പോയിലർ കാര്യങ്ങൾ, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. അഡീഷണൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ അല്ലേ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിലാണ് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കണത്? നമ്മൾ ചോദിക്കുന്നത് ഫൈനല് നമുക്ക് 3,25,000 രൂപയ്ക്ക് ഫൈനല് കൊടുക്കാം. അതും 0 ഡൗൺ പേയ്മെന്റ്. 3,25,000 ഫൈനല് ഫുൾ ഓൺ അല്ലേ? അടുത്ത വീണ്ടും ഒരു 800. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ല, സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഫയലിൽ ഒരു 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. 190 ഫുൾ ആണ്. ഒരു 2,20,000 വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ ക്യാഷ് ബാക്കിൽ 10-30 രൂപ അങ്ങോട്ടും ഉണ്ടാവും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ടാവും. ഒരു കിഡിലൻ സ്വിഫ്റ്റ്, അത് റെഡില്. ഇത് ഡീസൽ അത് പെട്രോളാ? ഇത് ഡീസലാണ്. ഡീസൽ LDI ഓപ്ഷനിലാണ്. LDI ഓപ്ഷന്. അപ്പൊ AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ല? അതായത് നല്ല മൈലേജ് അഡിഷൻ ആണ് ഈ ഒരു എഞ്ചിന്. 2016 നമുക്ക് ആ മൈലേജ് അഡിഷന് നല്ല മൈലേജ് കിട്ടും. 20-20ന്റെ മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ നിലവിൽ സർവീസ് കഴിഞ്ഞല്ലേ? എത്രയാണ് ചോദ്യം? എങ്ങനെയായിരുന്നു ഇതിന്? ഇത് നമുക്ക് 4,10,000 രൂപയ്ക്ക് കൊടുക്കാം. 4,10 ഡീസൽ LDI പ്ലസ് എങ്ങനെയായിരുന്നു? നമുക്ക് ഏകദേശം ഫുൾ ഓൺ നമുക്ക് തീർച്ചയായിട്ടും 100% ലോൺ. 100% ലോൺ. വീണ്ടും ചെറുവണ്ടികൾ 2 കിടില ഇയോണുകൾ എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 17 മൈലേജ് പ്രതീക്ഷിക്കാം. ഇതെങ്ങനെയായിരുന്നു? കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് 2018 മോഡല്, മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വേറെ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 50,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ്. നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇല്ല. അതും ഫുൾ ആണ് വണ്ടി വരുന്നത്. അതും സിംഗിൾ ഓണർ അല്ല വണ്ടി വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി. അടുത്ത വീണ്ടും തവണ നമുക്ക് റിയോണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർ വണ്ടി, 78,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിന്റെ ഫുൾ ലോഡ് അല്ല? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല? 2,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഫുൾ ഓൺ അല്ലേ? അതെ. ഇതാണ് വീണ്ടും മൂന്നാമതും നമ്മുടെ ഈ ഓൺ തന്നെ. 2013 മോഡല്, കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡിലൈറ്റ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് 3rd ഓണർഷിപ്പിലാണ് വണ്ടി നിലവിൽ നിൽക്കുന്നത്. ഇത് നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1.5 ലക്ഷം രൂപ ഫുൾ ഓൺ. അതെ.
അടുത്ത തവണ നമുക്ക് മൈലേജ് രാജ അല്ല ഹോണ്ടയുടെ അമേസ്. നമുക്ക് മെയിൻ്റെനൻസും തീരെ ഇല്ല, കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ടൈം ചേഞ്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. കറക്റ്റ് 10,000 ഇങ്ങനെ സർവീസ് ചെയ്ത് എണ്ണ അടിച്ചു പോകാം. 24 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2014 മോഡല് തേർഡ് ഓൺഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. 4,25,000 ഫുൾ ഓൺ. തീർച്ചയായിട്ടും. അടുത്ത വീണ്ടും ഒരു ചെറിയ വാഹനം ചെറു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഡാറ്റ്സന്റെ റെഡിഗോ അല്ല, അത് ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. 800 cc അല്ലേ വരുന്നത്? ഇത് 800 cc. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഫയലിൽ 2 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. ഒരു 2.5 ലക്ഷം റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്തു 50,000 രൂപ ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു കിടിലം വാഹനം അല്ലെ. AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമ്മൾ ചെറിയ ബഡ്ജറ്റ് 7 സീറ്റർ നോക്കുന്നവർക്ക് ഈ വാഹനത്തിന് തൊട്ട് ചേട്ടൻ എന്ന് പറയാം ഗോ പ്ലസ്. എങ്ങനെയായിരുന്നു മൈലേജ് കാര്യങ്ങൾ? ഒരു 17 കിട്ടില്ല, 16-17 എന്തായാലും മൈലേജ് കിട്ടും. 7 സീറ്റർ ആണ്, ചെറിയ ബഡ്ജറ്റില്. ഡാറ്റ്സൺ നിസാന്റെ സെയിം സബ് ബ്രാൻഡ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2017 മോഡല് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് ഫൈനല് 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപക്ക് ഒരു 7 സീറ്റർ വാഹനം, അത്യാവശ്യം നല്ല മൈലേജും കിട്ടും, ലോ മെയിൻ്റെനൻസ്, അതും ഫുൾ ഓൺ. അതെ, തീർച്ചയായിട്ടും 3 ലക്ഷം രൂപ വരെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ലോൺ ചെയ്യും. അങ്ങോട്ട് ക്യാഷ് ബാക്കിൽ ഉണ്ടാൻ പറ്റുന്ന വണ്ടി. അടുത്ത ഒരു കിഡിഗാജി വേണം, ലേഡീസിനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കിഡിൽ SUV ആണ്. റോഡ് പ്രസന്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു കിഡിഗാജി വാഹനം. ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ വണ്ടി. ഡീസലാണ് വണ്ടി വരുന്നത്. 2013 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് നമുക്ക് ഫയലിൽ 3,30,000 രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുക്കാം. 3,30,000. അതെ, അതായത് ഒരു 800 പ്രൈസിന് നല്ലൊരു ഡീസൽ SUV ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും. അത് പെർഫോമൻസും മൈലേജും എല്ലാം കിടിലനാണ്. ഡോറൊക്കെ തുറക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു വെയിറ്റ്, ബോഡി വെയിറ്റ് നമുക്ക് ഫീലിംഗ് കറക്റ്റ് അറിയില്ല. ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, ഫോർഡിന്റെ വണ്ടിയിൽ ഒന്നും പറയാനില്ല. ഫുൾ ഓൺ നമുക്ക് കൊടുക്കാം. അടുത്ത വീണ്ടും ഒരു 7 സീറ്റർ ബൊലേറോ അല്ലെ. ഗ്രൗണ്ട് ക്ലിയറൻസും പെർഫോമൻസും എല്ലാം കിടക്കാച്ചി വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡൽ 14 രജിസ്റ്റർ വരുന്ന SLE ആണ് ഓപ്ഷൻ വരുന്നത്. AC പോസ്റ്ററിംഗ് ഇല്ല അല്ല, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2013 മോഡൽ 14 രജിസ്റ്റർ ആണ്. 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫയലിൽ 3,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 3,75,000. അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമർക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. പ്രൊഫൈല് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അടുത്തതാണ് നമുക്ക് ഒരു മാരുതിയിൽ ഒരു SUV നമ്മൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും നമുക്ക് ഒരു പക്ക വണ്ടി എന്ന് പറയുന്നത് നമുക്ക് S-Cross തന്നെയാണ്. അതിന്റെ ന്യൂ ഫേസ് കാര്യങ്ങള്, അതും ഹൈബ്രിഡ് ഡീസല്. നമുക്ക് ഇപ്പൊ ഈ ഒരു വണ്ടി കിട്ടാനില്ല എന്ന് തന്നെ പറയാല. കാരണം ഇതിന്റെ ഒരു മൈലേജ്, പെർഫോമൻസ്, ബോഡി വെയിറ്റ് എല്ലാം കിടുവാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ഇല്ല, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലം വാഹനം. പുഷ്പട്ട് സ്റ്റാർട്ടിങ്, നമുക്ക് ഹാൻഡ് റെസ്റ്റ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ പ്രീമിയം സീറ്റ് കവേഴ്സ്, ടയറൊക്കെ പക്ക 95% ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫാൻസി നമ്പർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിൽ 1,38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. 10,000 കിലോമീറ്ററിലും കറക്റ്റ് സർവീസ് ചെയ്ത് പോയതാണ്. ബോണ്ട് റീപ്ലേസ് ആണ്. നമുക്ക് കമ്പനി ഹിസ്റ്ററിയിൽ കറക്റ്റ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്ക് 7,70,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. മാർക്കറ്റിംഗ് അന്വേഷിച്ചുള്ള S-Cross ഡീസൽ ഫുൾ ലോഡ് ഈ റേറ്റിന് ഈ ഹൈബ്രിഡ് അത് നമുക്ക് ഫുൾ ഓണിലാണ്. അപ്പൊ കിടിലം വണ്ടിയാണ്. നമുക്ക് മാക്സിമം വില കുറച്ചിട്ടാണ് നമുക്ക് ഓരോ വണ്ടി നമുക്ക് ഇവിടുന്ന് തരുന്നത്. നമുക്ക് നല്ല അൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കിടിലം ബൊലേറോ നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. ബൊലേറോ നമുക്ക് റേറ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2009 മോഡലാണ്. എല്ലാ വർക്കും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു 2009 വണ്ടി നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളൊരു കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് അല്ല നമ്മൾ പറയുന്നത്. കാരണം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് മൊത്തം കയറിയിട്ടുണ്ട്. അപ്പൊ 2009 മോഡല്. പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ നിലവിൽ 1,29,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. DI ആണ് ഇഞ്ച് വരുന്നത്. ഫോർത്ത് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിൽ. 4 ടയറും പുതിയ ടയേഴ്സ് ആണ്. തൊട്ടിട്ടില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 4 ഡോർ പവർ വിൻഡോ കയറ്റിയതാണ്. പിന്നെ AC, പവർ സ്റ്റാറിംഗ്,
ഒന്നും പറയാനില്ല. ഫുൾ ഓപ്ഷൻ വണ്ടി, പുതിയ വണ്ടിനെ മാതിരി കുട്ടപ്പനാകില്ലേ. എത്ര നമ്മളെ ചോദ്യം എങ്ങനെ? ഇത് നമുക്ക് ഒരു 3,10,000 ഫൈനൽ കസ്റ്റമർ 3,10,000 ഫൈനൽ റേറ്റ് ഇല്ല. അടുത്താണ് ഒരു ക്രെറ്റ. അതുകൊണ്ട് SUV നിങ്ങൾ ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ അവൻ KL18 വടകര രജിസ്ട്രേഷനിൽ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ. ഫസ്റ്റ് ജെൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡല്. സെക്കൻഡ് ഓണർക്ക് ഇപ്പൊ നിലവിൽ മാറിയിട്ടുണ്ട്, അത് നമ്മൾ മാറിയതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയേണ്ട ആവശ്യം, എന്നാലും ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹാൻഡ് റെസ്റ്റ്, കമ്പനി LCD സ്ക്രീന്, ഓട്ടോ AC, പിന്നെ അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്, മിറേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ A to Z ഒരു ഫീച്ചേഴ്സ് കിഡ്ലം വാഹനം അല്ല. ഇതിന്റെ ചെറുവാഹനാണെങ്കിൽ തന്നെ ഉണ്ടായി അത്രയും ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. പിന്നെ ഒരു വലിയ വാഹനത്തിനെ കുറിച്ച് നമ്മൾ എല്ലാം വരുന്നുണ്ട്. മോഡൽ പറഞ്ഞത് 2015 മോഡലാണ്. കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള സിംഗിൾ യൂസിംഗ് വന്ന വാഹനമാണ്. ഇപ്പൊ നമുക്ക് RC മാറ്റണം എന്നുള്ളതുകൊണ്ട് ഷോറൂമിന്റെ പേർക്ക് മാറ്റിയില്ല. ഇപ്പൊ എത്ര ചോദിക്കുന്നത് നമ്മള്? ഇത് നമുക്കൊരു 8,25,000 നമുക്ക് കസ്റ്റമറിന് ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം 1,00,000 രൂപയുടെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അതാണ് മൈലേജ് രാജ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേസ് പറഞ്ഞ പോലെ തന്നെ രണ്ട് പെർഫോമൻസും സ്പേസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ രണ്ട് കിഡിലും ജാസ് വരുന്നുണ്ട്. ഒന്ന് വൈറ്റ് ആണ്, ഒന്ന് ഗ്രേ ആണ്. രണ്ട് ഡീസൽ അല്ലേ വരുന്നത്? രണ്ട് ഡീസലാണ് വരുന്നത്. ഏകദേശം സെയിം കിലോമീറ്ററിന് രണ്ട് വണ്ടി ഓടിയിട്ടുണ്ട്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,15,000, ഇത് 1,16,000 ഓടി. 16,000 ഓരോ 1000 കിലോമീറ്ററിന്റെ മാറ്റാണ്. പക്ഷെ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നമ്മൾ ടയോട്ട പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല കിഡിലായിട്ട് ഓടൂല. മൈലേജ് നോക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ വണ്ടിയാണ്. യൂസിന് ബുള്ളറ്റ് ചെലവിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെ പറയാലോ. തീർച്ചയായിട്ടും. ഇതെങ്ങനെ നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 2015 വണ്ടി, സെക്കൻഡ് ഓണർ ആണ് നിലവിലുള്ളത്. 1,15 ഓടിയ V ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് നമുക്ക് 5,40,000 രൂപയ്ക്ക് പ്രൈസ് ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് ഏകദേശം ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഇതാണ് ഈ ജാസ്. ഇത് നമുക്ക് പറഞ്ഞു 2015 മോഡൽ. ഇത് 16 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, V ആണ് ഓപ്ഷൻ വരുന്നത്. 1,16 ഓടിയിട്ടുണ്ട്. ഇത് നമ്മള് ചോദ്യം എങ്ങനെ? ഇത് നമുക്ക് 5,70,000 നമ്മള് ആസ്ക് ചെയ്യുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തി കൊടുക്കാം. ഫുൾ ഓൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും നെഗോഷ്യബിൾ ആണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. അടുത്തൊരു പ്രീമിയം വണ്ടി, അതായത് പഴയ രാജാവാണ്, നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയായിരുന്നു? നമ്മൾ ചോദ്യം റേറ്റ് മാത്രം പറഞ്ഞാൽ ക്രൂസിന്റെ ഇത് നമുക്ക് ഒരു 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. വരട്ടെ, വണ്ടിക്കമ്പക്കാരുണ്ടെങ്കിൽ നല്ലൊരു പല്ല് ഒഴിഞ്ഞ സിംഹം. ഒരു കിഡൻ 7 സീറ്റർ നമ്മള് എർട്ടിഗ, രണ്ടും ഡീസൽ അല്ലേ? രണ്ടും ഡീസലാണ്. ഇത് ന്യൂ ഷേപ്പ് 2019 6 ഗിയർ വരുന്ന വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് സ്പെഷ്യൽ എഡിഷൻ തന്നെയാണ് അല്ലേ? മൈലേജ് പ്ലസ് പെർഫോമൻസ്. സാധാരണ എർട്ടിഗയ്ക്ക് ഒരു പെർഫോമൻസ് ഇല്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അതിനെ മാരുതി കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. അതെ അതെ, വളരെ റയർ പീസ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, നല്ല മൈലേജും നല്ല പെർഫോമൻസും സിക്സ് ഗിയറും വരുന്ന വണ്ടി. അതെ അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2019 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 73,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഓക്കെ, എത്ര നമ്മളെ ചോദ്യം? ഇത് നമ്മൾ 10,75,000 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏകദേശം നമുക്കൊരു 9.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 60-70 രൂപ സുഖമായിട്ട് നല്ല ട്രാക്ക്, ഏകദേശം ഒരു 75,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഇതാണ് വീണ്ടും ഡീസൽ വണ്ടി, എർട്ടിഗ തന്നെയാണ്. ഇത് നമുക്ക് ഡീസലാണ്, മൈലേജ് പ്ലസ് ഈ പറഞ്ഞ പോലെ കുറെ നമുക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു വണ്ടി. റേറ്റ് മാത്രം പറഞ്ഞാണ് നിങ്ങൾ. ഇത് 4,25,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അത് ഫുൾ ഓപ്ഷൻ ആട്ടോ. ZDI ആണ് വണ്ടി വരുന്നത്. അലൈവീല് ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവില് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4,20,000. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരുത്തി കൊടുക്കാം. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പക്ക ക്ലീൻ ആണ്. മോഡൽ പറഞ്ഞത് 2012. ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. അവിടെ രണ്ട് i20 വരുന്നുണ്ട്. ഒന്ന് വൈറ്റ് ആണ്, ഒന്ന് സിൽവർ ആണ്. രണ്ടും ഫുൾ ലോഡ്. ഒന്ന് ഡീസൽ ഫുൾ ലോഡ്, ഒന്ന് പെട്രോൾ ഫുൾ ലോഡ്. വൈറ്റ് എങ്ങനെയായിരുന്നു? പെട്രോൾ ഫുൾ ലോഡ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നിലവില് 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. മാനുവലാണ്. ഇത് നമ്മള് 4,90,000 രൂപയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്ക് വെറും ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ്. അതുപോലെ തന്നെ ഏറ്റവും ഫുൾ ലോഡ് ഡീസൽ വണ്ടി. അതെ അതെ. എങ്ങനെയായിരുന്നു? ഇത് 2016 മോഡല് 86,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവില്. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഒരു 5,60,65,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക്
ചെയ്തു കൊടുക്കാം. ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ഏകദേശം ഒരു 30,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്ത തവണ നമുക്ക് വീണ്ടും ഡീസലിൽ നമുക്കൊരു ബലീനോ അല്ല റെഡ് വണ്ടി, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡൽ 16 രജിസ്റ്ററിലുള്ള സീറ്റ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. 98,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഓക്കെ, എത്രയാണ് ചോദ്യം? ഇത് നമ്മൾ 5,70,70,000 റുപ്യ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇതും ഏകദേശം നമുക്കൊരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ്. നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസലാണ് വരുന്നത്. 2010 മോഡല്, നിലവില് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി ഇരിക്കുന്നത്. പിന്നെ 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ 2 റുപ്യക്ക് നമുക്ക് 2 റുപ്യക്ക് ഒരു ഡീസൽ റിഡ്സ്. ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ഇത് നമുക്ക് 2010 ആണ്. എല്ലാ ബാങ്കും കയറൂല. നമുക്ക് കസ്റ്റമറിന്റെ പ്രൊഫൈലിനനുസരിച്ച് ചെറിയ പൈസ എന്തെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയ പൈസ ലോൺ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് പ്രൈസിലൊരു ഓടി A4 എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009 മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടി. 75,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അത് പ്രോപ്പർ കമ്പനി സ്റ്ററുള്ള വണ്ടിയാണ്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് NOC നമുക്കൊരു 6 ലക്ഷം റുപ്യക്ക് കസ്റ്റമറിന് കൊടുക്കും. ഒരു സ്വിഫ്റ്റിന്റെ പൈസ ഒക്കെ. അതെ അതെ അതെ. അതുകൊണ്ട് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഡീസൽ മൈലേജ് പ്ലസ് പെർഫോമൻസ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ് നമ്മുടെ ഫോർഡ് ഫിഗോ അല്ല. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 1,25,000 റുപ്യക്ക് കൊടുക്കാം. ഇതിന്റെ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ. മോഡലൊക്കെ എങ്ങനെയായിരുന്നു? ഇത് മോഡല് 2011 മോഡല്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1,20 ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്, വേറെ ബോണ്ടോ കാര്യങ്ങളോ ഡോറോ കാര്യങ്ങളോ ഒന്നുമില്ല. 1.25. അതെ, നമുക്ക് ഇനി സ്വിഫ്റ്റുകൾ നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് വീണ്ടും വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,40 നിലവിൽ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആട്ടോ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 4,10,000 റുപ്യ കസ്റ്റമറിന് കൊടുക്കാം. 4,10 ഏകദേശം എത്ര റുപ്യ ഉണ്ട്? നമുക്ക് ഏകദേശം ഒരു 40,000 റുപ്യ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്ത തവണ നമുക്ക് ഒരു കിടക്കാച്ചി വാഹനമാണ് i20 LE, പിന്നെ ഫ്ലൂയിഡിക് i20. 2012 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,25 ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് 2,70,000 റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത്. ഡീസലാണ്. ഏകദേശം എത്ര റുപ്യ വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ഏകദേശം നമുക്ക് ഒരു 50,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. അതുകൊണ്ട് നമുക്കൊരു കിടക്കാച്ചി വേണം, ബ്ലാക്ക് പോളോ അല്ല. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,20 നിലവിൽ ഓടിയിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഡീസലാണ്, ഹൈലൈനാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ചോദ്യം? 4,25,000 റുപ്യക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. അതിൽ നമുക്കൊരു 4 ലക്ഷം റുപ്യ വരെ ലോണും ചെയ്ത് കൊടുക്കാം. 25,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. വണ്ടികൾ നമുക്ക് കഴിഞ്ഞില്ലാത്തതാണ്. വീണ്ടും ന്യൂ മോഡൽ സ്വിഫ്റ്റ്, ഏതായിരുന്നു മോഡൽ ഇല്ലല്ലോ? 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 45,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. ഡീസലോ പെട്രോളോ? പെട്രോള്, VXI ആണ് ഓപ്ഷൻ വരുന്നത്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 5.5 ലക്ഷം റുപ്യക്ക് കസ്റ്റമറിന് കൊടുക്കാം. ഏകദേശം എത്ര വണ്ടി എടുക്കാം? 50,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് 50,000 രൂപ സ്വിഫ്റ്റിന്റെ തല്ലാണ് അല്ലെ മാണി കൊണ്ടുപോളിങ്ങൾ. അതുകൊണ്ട് വീണ്ടും ബഡ്ജറ്റ് റേഞ്ചിൽ 2 ഇനോവകൾ. എങ്ങനെയായിരുന്നു മോഡല്? 2007 മോഡലും അതുപോലെ തന്നെ ഇത് 2011 മോഡലും. ഇത് റീറൈസേഷൻ, ഇത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് നമുക്ക് 3,90 V ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 3,90 ആസ്ക് ഉണ്ട്. നമ്മൾ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം കമ്മിയാക്കി കൊടുക്കും. മാക്സിമം 3,90 ഒരു ഫുൾ ലോഡ് ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഒറിജിനൽ കേരള വണ്ടി? 2011 മോഡല്. ചോദ്യം ഇത് നമുക്ക് 6,70,000 ചോദിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ഈ ഒരു റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ഓട്ടോമാറ്റിക് വണ്ടിന്റെ ഒരു ചാകരത നമുക്ക് കിടക്കുന്നത്. ഏത് ബഡ്ജറ്റുള്ള വണ്ടികളും നമുക്കുണ്ട്. വാഗ്നർ ഉണ്ട്, ഇനി നാനോ വേണ്ടവർക്ക് നാനോ ഉണ്ട്. ബ്ലാക്ക് വാഗ്നർ, ഇത് മാനുവൽ വരുന്നത്. അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് നമുക്ക് 2 ലക്ഷം റുപ്യക്ക് ഫയൽ കസ്റ്റമറിന് കൊടുക്കാം. 2010 VXI ആട്ടോ വരുന്നത്. ഇതാണ് നമുക്ക് ന്യൂ മോഡൽ 2 വാഗ്നർ. ഇത് 2 ഓട്ടോമാറ്റിക് അല്ലായിരുന്നു. ഇത് മാനുവലും ഇത് ഓട്ടോമാറ്റിക്കും. ഇത് 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്ന ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയില്ല. അതെ അതെ. ഇപ്പോഴും നിലവിൽ കമ്പനി ടയർ കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല. ഇത് നമുക്ക് 5,15 നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. ഏകദേശം ഒരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി. 22,000 കിലോമീറ്റർ ഓടിയ ന്യൂ മോഡൽ ഫേസിൽ വണ്ടി, അതും ചെറിയ കിലോമീറ്റർ. നമുക്ക് സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടുള്ള വാഹനം 25,000 റുപ്യക്ക് കൊണ്ടുപോകാം. അതെ. അപ്പൊ മാനുവൽ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കിന്റെ ചാകരയാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് തന്നെ ന്യൂ മോഡൽ വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2020 മോഡൽ, സിംഗിൾ ഓണർ വണ്ടി, 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല.
എത്ര ചോദ്യം? ഇത് നമുക്ക് 5,60,000 റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തി കൊടുക്കാം. ഇത് നമുക്ക് ഏകദേശം ഒരു 30,000 40 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഉണ്ടാവും. ഞാൻ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണം. നമ്മളെ നാനോ ഏറ്റവും ഫുള്ളോട് ടിസ്റ്റ് വൈറ്റ് നല്ല കിഡ്കാച്ച് കളറ് 4 ടയറും പുത്തൻ ടയേഴ്സ് ലേഡീസിനൊക്കെ നല്ല ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലെ. ഇനിയിപ്പോ അവർക്ക് ടയർ മാറലോ വേറെ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നുമില്ല. നേരെ പെട്രോൾ അടിച്ച് വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. തീർച്ചയായിട്ടും. അടുത്ത ഒരു 10-30,000 ആയിട്ട് നോക്കിയാൽ മതി. ടയറിനെ കുറിച്ച് ഒരു 30,000 കിലോമീറ്റർ ഗ്യാരണ്ടി പുതിയ ടയർ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 മോഡല് തേർഡ് ഓൺഷിപ്പിലാണ് വണ്ടിയിൽ 35,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1,90 നമുക്ക് 1,90 പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വണ്ടിയില്ല, വെറും 1,90 എവിടെയും കിട്ടും. നോക്കി നിങ്ങൾ ഇത്രയും മോഡൽ വണ്ടിയില്ല. അടുത്ത ബലീന ഓട്ടോമാറ്റിക് 2017 മോഡല് ഫുൾ ഓപ്ഷൻ അൽഫയുടെ. ഇത് നിലവിൽ 70,000 കിലോമീറ്റർ ഓടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി വാഹനം. പിന്നെ ഇത് ഏതായിരുന്നു സീറ്റ് ആയിരുന്നു വരുന്നത്? അത് അൽഫയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 2017 ഫുൾ ഓപ്ഷൻ അതും CVT ഓട്ടോമാറ്റിക്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 50% ഉണ്ട്. നമ്മള് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 6,75,000 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാം. എത്ര രൂപ വണ്ടി ഇറക്കാം? ഇതും നമുക്കൊരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. തീർച്ചയായിട്ടും. ഇതാണ് വീണ്ടും ചെറിയ ബഡ്ജറ്റിൽ മാരുതിന്റെ ഒരു ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റിൽ ഞാനോ പറഞ്ഞു ഏകദേശം അതേ ലെവലിൽ നമുക്ക് പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡലാണ്. തേർഡ് ഓൺഷിപ്പിലെ വണ്ടിയിൽ 1,00,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഇത് നമ്മള് 2.5 ലക്ഷം റുപ്യാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇനി അതിൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. 2.5 ലക്ഷം രൂപക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർ ഫുൾ ലോഡ് വണ്ടി അല്ലേ. അതാണ് വീണ്ടും ഒരു വാഗ്നർ നമുക്ക് ഓട്ടോമാറ്റിക്. ഒന്നാമത് ന്യൂ ഫേസിനെക്കാട്ടും കൂടുതൽ ആളുകൾ ഈ ഒരു ഫേസിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത്. വാഗ്നർ അറിയുന്ന ഈ ഒരു ക്ലിക്ക് ആക്കിയ മോഡൽ എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 സിംഗിൾ ഓണർ വണ്ടിയാണ്. 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2018 മോഡൽ VXi. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര നമ്മളെ ചോദ്യം? ഇത് നമ്മള് ചോദിക്കുന്നത് 4.25 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഇതും നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. മക്കളെ, അപ്പൊ നമുക്ക് നല്ലൊരു ഓഫർ ടൈം ആണ് നമ്മുടെ ദോസ്തിൽ വന്നിട്ടുള്ളത്. കിട്ടിക്കാച്ചി ഓഫർ ടൈം മാക്സിമം വില കുറച്ചിട്ട് 12ഓളം വണ്ടികൾ നമുക്ക് 0 ഡൗൺ. പിന്നെ 20,000 30,000 40,000 അങ്ങോട്ട് ക്യാഷ് ബാക്കിലുള്ള വണ്ടികൾ കൂടാതെ നമുക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് 20,000 30,000 ഉണ്ട് കൊണ്ടാൻ പറ്റുന്ന വണ്ടികൾ, അത് ഓട്ടോമാറ്റിക് വണ്ടികൾ നല്ലൊരു ചാകരുണ്ട്. അത് എല്ലാ ബഡ്ജറ്റിലും ഉണ്ട്. സോ ഈ ഓഫർ ടൈം നിങ്ങൾ മിസ്സാക്കണം. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ വണ്ടി എടുക്കാൻ നോക്കുന്നതിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളി. നല്ല അടിപൊളി ഓഫറാണ്. നല്ല ഗ്യാരണ്ടിയിൽ ക്വാളിറ്റിയിൽ വിശ്വസതയോടി ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് അറിയാവുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാൻ പറ്റും. നേരെ ഇങ്ങോട്ട് പോയി മലപ്പുറം ജില്ലയിലെ മലപ്പുറത്ത് നിന്നും പെരിന്തൽമണ്ണ റൂട്ടില് നമ്മളെ പാലക്കാട് കാലിക്കരി നാഷണൽ ഹൈവേയില് പനങ്ങാങ്ങര അതേപോലെ നമ്മള് അരിപ്ര സ്കൂൾ പടിയിലാണ് നമ്മുടെ ദോസ്ത് സ്ഥിതി ചെയ്യുന്നത്. താഴെ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വേഗം വിളിച്ചോളി. നല്ലൊരു ടൈമിൽ ഇതാവുന്ന നിങ്ങൾക്ക് വണ്ടി എടുക്കണോ, നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് EMI അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, വേറെ എവിടെയും പോകണ്ട. ഏത് റേഞ്ചിലുള്ള വണ്ടികൾ നമുക്ക് ഇവിടെ ഉണ്ട്. ചെറുവണ്ടി ആവട്ടെ, മിഡ് റേഞ്ച് ആവട്ടെ, നല്ല ഹൈ ക്വാളിറ്റി പ്രീമിയം വണ്ടികൾ വരെ നമുക്ക് ചെറിയ പൈസക്ക് ഇവിടുന്ന് കൊണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ലാലു സൈൻ.